ഇപ്പം സംഭവിക്കാൻ പോണ എന്താ? മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഒരു സീറ്റ് പോലും ജയിക്കില്ല. അപ്പം ഇനി ഒരു ബലിയാട് വേണമല്ലോ. വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഒരു വിധിക്കപ്പെട്ടവൻ വേണ്ടേ? എന്നിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ഉപദേശമാണ് ജയരാജൻ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള ആളാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ച ആളുമായിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയുന്നില്ല, സഹപ്രവർത്തകരൊന്നും കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ EP ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി അവസാനം ഈ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ ഉള്ള കാരണക്കാരനായി ഇത് കഴിയുമ്പോൾ ഉള്ള ബലിയാടാക്കി മാറ്റും, വിധിക്കപ്പെട്ടവനാക്കി സത്യത്തിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ പറയുന്ന കാര്യത്തിൽ വിശ്വാസ്യത ഉണ്ടായി. ഞങ്ങളുടെ തുടക്കം മുതൽ, തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ UDF പറഞ്ഞിരുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് വന്നിരിക്കുന്നു. അതാണ്. അല്ല, പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു, ഒളിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ ഒറ്റ സംശയം അത്രയേ ഉള്ളല്ലോ. എല്ലാം പുറത്തു വന്നപ്പോൾ ജാവദേക്കർ ജയരാജൻ്റെ വീട്ടിലേക്കാണോ പോയത്? മകൻ്റെ വീട്ടിലേക്കാണോ പോയത്? ജയരാജൻ ജാവദേക്കർ താമസിക്കുന്ന സ്ഥലത്തേക്കാണോ പോയെന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. എന്തിനാ പോയതെന്ന് ഇവർ പറയുന്നില്ലല്ലോ. എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുക. ജാവദേക്കറുമായി ചർച്ച ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഞങ്ങളുടെ ചോദ്യം. കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുമായി മുഖ്യമന്ത്രിയും LDF കൺവീനറും പല പ്രാവശ്യം എന്താണ് സംസാരിച്ചത്? അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് യാതൊരു തെളിവില്ലല്ലോ. ആരെ പറ്റി പറയാമല്ലോ? CPMനെ അറ്റാക്ക് ചെയ്യണതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ ആരെയും 2-3 പേരും പേരും കൂടി പറയില്ല, വേണം എന്റെ പേരും കൂടി പറയാറുണ്ട് കുറെ പേര്. അതിനൊന്നും ഒരു തെളിവില്ലല്ലോ. ഇപ്പൊ പറയണതിന് യാതൊരു തെളിവില്ലല്ലോ. മറ്റത് സമ്മതിച്ചല്ലോ, ശരിയല്ലേ? മറ്റത് വെറുതെ പറയല്ലേ, ഒരു തെളിവുമില്ല, ഒരു സ്ഥലത്ത് പോയില്ല, സംസാരിച്ചിട്ടില്ല. ഇത് തെളിവ് സാധ്യം വന്നാലേ. ഞങ്ങൾ ഇന്നലെ ആരെയും ഏറ്റുപിടിച്ചില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനു മുമ്പേ നന്ദകുമാർ വന്ന് സംസാരിച്ച ഞങ്ങളെ ഏറ്റുപിടിച്ചില്ല. എന്നോട് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും ഒന്നും പറഞ്ഞത് ഏറ്റുപിടിക്കാനുള്ളവരല്ല ഞങ്ങൾ. കാരണം എന്താ? അവരുടെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവരാണ് തെളിയിക്കേണ്ടത്. ഇപ്പൊ വന്ന് പ്രതികൾ, ആരോപിക്കപ്പെട്ട പ്രതികൾ വന്നെന്ന് സമ്മതിച്ച സ്ഥിതിയിലാണ് ഞാൻ വന്ന് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ വന്ന് ഇല്ലെങ്കിൽ നന്ദകുമാറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേ ആളുടെ കാര്യത്തിലൊന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ. ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം അതൊക്കെ ഏറ്റുപിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ചിലപ്പോൾ. ഇപ്പം അതല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ കുഴപ്പമില്ല. ഞാൻ എൻ്റെ മകൻ്റെ വീട്ടിൽ വന്ന് പ്രകാശ് ജാവദേക്കർ സംസാരിച്ചിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ ചോദിച്ച ചോദ്യം കറക്റ്റ് അല്ലേ? ആദ്യം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് ജയരാജൻ NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ? നിങ്ങൾ അതൊക്കെ ഒന്ന് അടിവരയിട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചല്ലേ. ജയരാജൻ NDAയുടെ കൺവീനറാണോ LDFന്റെ കൺവീനറാണോ ഞങ്ങൾ ചോദിച്ച ചോദ്യമല്ലേ? അടിവരയിട്. ആര് പറഞ്ഞു? അതെങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അത് 6.5 കൊല്ലോട്ട് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. 22 പ്രാവശ്യം രജിസ്ട്രിയിലും 38 പ്രാവശ്യം കോടതിയിലും മാറ്റിവെച്ചതാണ്. CBIയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ആ കേസിൽ ഹാജരാകാത്തത് ഇവർ തമ്മിലുള്ള ധാരണയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ എപ്പോഴേ പറഞ്ഞാണ്. ധാരണയുടെ ഭാഗമാണ്. പിന്നെ അതെങ്ങനെ അടഞ്ഞ അധ്യായം? സുപ്രീം കോടതിയുടെ മുമ്പിൽ CBI ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങനെ അടഞ്ഞ അധ്യായമാണ്? അല്ല, അത് തൃശ്ശൂർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ മുഴുവൻ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും തമ്മിലുള്ള ധാരണ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എല്ലാ വാർത്ത എഴുതി, നിങ്ങൾ പാവങ്ങളാണ്. മാസപ്പടിയിൽ ED പിടിമുറുക്കുന്നു. പിടിമുറുക്കിയത് അതിനല്ല, ഇത് മറ്റേ പിടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിടി മുറക്കുന്നത്. നമ്മളതറിയാതെ നിങ്ങൾ മാധ്യമങ്ങൾ എഴുതി, നമ്മളൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്തു. ED പിടിമുറുക്കി ഇപ്പം ശരിയാക്കും. കരുവന്നൂരിൽ ED പിടിമുറുക്കുന്നു, മാസപ്പടിയിൽ ED പിടിമുറുക്കുന്നു. ഇപ്പം പിടിമുറുക്കിയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരാൾ പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല, ഒരാൾക്ക് പോലും നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ പുതിയതായിട്ട്. അത് തന്നെ. അല്ല, അദ്ദേഹം പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഏത് ചോദ്യം ചോദിച്ചാലും പൊട്ടിത്തെറിക്കും. അദ്ദേഹം ഇങ്ങോട്ട് പറയണം മാത്രം കേൾക്കാം. മനസ്സിലായി? ഞാൻ പണ്ട് ആകാശവാണി വിജയൻ എന്ന് പേരിട്ട അതുകൊണ്ടാണ്. ആകാശവാണിയിൽ നമ്മൾ കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആകാശവാണിയോട് ചോദിക്കാൻ പറ്റുമോ? റേഡിയോയോട് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, കേട്ടിട്ട് പോകാൻ തിരിച്ച്. മനസ്സിലായില്ലേ?
അത് സംസ്ഥാന സർക്കാരിൻ്റെ അദ്ദേഹത്തിന് അറിയാലോ ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടില്ലെന്ന്. അപ്പം പിന്നെ നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാന്ന് പറഞ്ഞാൽ അദ്ദേഹം ചൂടാവുമല്ലോ, പിന്നെ എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? കഥ തീർന്നില്ലേ?